ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ പറ്റാത്ത ഈ കാലത്ത് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ, ആളുകൾക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എല്ലാവരുടെ കയ്യിലും 20,000 രൂപയും 15,000 രൂപയൊക്കെ എടുക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു 8,000 9,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഒരു മൈക്രോഫോണാണ് ഞാനിന്ന് പറഞ്ഞിരുന്നത്. ബോയ എന്ന ബ്രാൻഡിൻ്റെ ബോയ ലിങ്ക് വയർലെസ് മൈക്രോഫോണാണ് ഇന്നത്തെ നമ്മുടെ താരം. ആക്ച്വലി ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു പല ഇൻഫ്ലുവൻസേഴ്സും പല വലിയ യൂട്യൂബേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ബ്രാൻഡാണ് ബോയ എന്ന് പറഞ്ഞത്. കാരണം ഞാൻ 2017 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 899 രൂപയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ബ്രാൻഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള മൈക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് ബോയയുടെയാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ മറ്റേ ഈ വാച്ചിലിടുന്ന സെല്ലില്ലേ, അതേപോലെ 3 ബാറ്ററിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വർക്കാവുന്ന ഒരു തരത്തിലുള്ള ഒരു വയേർഡ് ആയിട്ടുള്ള, അതായത് 10 മീറ്റർ എന്തോ വയറിന് നീളമുണ്ട്, അങ്ങനത്തെ ഒരു മൈക്രോഫോണിലാണ് നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. അതേ സെയിം ബ്രാൻഡിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബോയ ലിങ്കിൻ്റെ പാക്കേജ്. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പാക്കേജ്. എനിക്ക് തോന്നുന്നു ബോയയുടെ ഒരു കളർ തീം ഇതിൻ്റെ അകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ടും ഞാൻ ആ ഒരു മൈക്ക് മേടിച്ച സമയത്ത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിരുന്നു. അതേ തീം അവർ ഈ ഒരു ബോക്സിൻ്റെ അകത്തും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ പെട്ടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചാർജിങ് കേസോട് കൂടിയാണ് ഈ മൈക്ക് വരുന്നത്. അത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കതിനകത്ത് 2 ട്രാൻസ്മിറ്റേഴ്സും ഒരു റിസീവറുമാണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ USB Type C വരുന്നുണ്ട്, ലൈറ്റ്നിങ് പോർട്ടിന് വേണ്ടിയിട്ടുള്ളത് വരുന്നുണ്ട്, അതുപോലെ തന്നെ 3.5mm. ഇതിനകത്ത് 3.5mm വേണം നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് കേസ് ഓപ്പൺ ആക്കുക. കേസ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു ട്രാൻസ്മിറ്റർ എടുക്കുക. ട്രാൻസ്മിറ്റർ എന്ന് വെച്ചാൽ ഈ 2 സൈഡിൽ ഇരിക്കുന്ന സാധനമാണ്. ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുക്കുക. അതിനുശേഷം നമ്മുടെ റിസീവർ എടുക്കുക. റിസീവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് പോർട്ടാണോ യൂസ് ചെയ്യേണ്ടത് ആ പോർട്ട് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ നിങ്ങളുടെ ക്യാമറയിലോ കണക്ട് ചെയ്യുക. സിമ്പിൾ. ഓട്ടോമാറ്റിക്കലി ഇത് റെക്കഗ്നൈസ് ചെയ്തോളും. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. നമ്മുടെ ട്രാൻസ്മിറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സൈഡിലായിട്ട് ഒരു നീല കളർ ബട്ടൺ കാണാൻ പറ്റും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷൻ ബട്ടണാണ്. നിങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല നോയ്സ് ഉള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ നോയ്സ് റിഡക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോയ്സ് കുറച്ചുകൂടി ഓട്ടോമാറ്റിക്കലി മൈക്ക് തന്നെ റെഡ്യൂസ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി റോ ആയിട്ടുള്ള സാധനമാണ്, ഔട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ നോയ്സ് റിഡക്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്കൊരു ഡെഡ് കാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അതായത് ഈ ഒരു പഞ്ഞി പോലത്തെ സാധനം. ഈ ഒരു പഞ്ഞി പോലത്തെ സാധനം നിങ്ങൾ മൈക്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ വിൻഡുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്, ഇപ്പോൾ ബീച്ചിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ കാറ്റ് വന്ന് അടിച്ചിട്ട് ബുർറെന്ന് സൗണ്ട് കേൾക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ലീൻ ആയിട്ടുള്ള ഓഡിയോ കിട്ടും. ബോക്സിൻ്റെ അകത്ത് 2 മൈക്ക് ഉണ്ടായിരുന്നു. ഇനി നിങ്ങളൊരു ഇൻ്റർവ്യൂ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡുവൽ ചാനൽ റെക്കോർഡിംഗ് നമുക്ക് പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ക്യാമറയ്ക്കകത്ത് ഇതിൻ്റെ റിസീവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ഒരു മൈക്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എ എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണും കൊടുത്തു, മൈക്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സൺ യൂസ് ചെയ്യാണ്. നമ്മുടെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 ചാനലും സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എപ്പോഴും ഇൻ്റർവ്യൂ സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇൻ്റർവ്യൂ എപ്പോഴും 2 പേരും വളരെ അടുത്തിരുന്നാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ 2 നോയ്സുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കുറച്ചുകൂടി കാര്യമായിട്ടുള്ള എഡിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡുവൽ ചാനൽ റെക്കോർഡിംഗ് സെറ്റപ്പ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണോലി തന്നെ റെക്കോർഡ് ചെയ്യാം. 2 പേഴ്സൻ്റെ ഓഡിയോ ഒരൊറ്റ സിംഗിൾ ഓഡിയോ ഫയലായിട്ടേ റെക്കോർഡ് ആവുള്ളൂ. ഇങ്ങനെ ചാർജിങ് കേസോട് കൂടി വരപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് റിസീവറിന് ചാർജ് കാണില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ബാങ്കോ USB പോർട്ടോ ഒക്കെ നമ്മുടെ റിസീവറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജ് ചെയ്തുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബോയ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ഫ്രീക്വൻസി ഹോപ്പിംഗ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻ്റർഫിയറൻസ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് കുറേ ആളുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകണം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഈ ഓഡിയോ കട്ടാവാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിഗ്നൽ ഡ്രോപ്പ് ആവാതെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് അത് പ്രോപ്പർലി ക്ലിയർ ആയിട്ടുള്ള സിഗ്നൽ കൊണ്ടുവന്ന് നമ്മുടെ ഓഡിയോ പക്കയായിരിക്കാനായിട്ട് ഈ മൈക്ക് ശ്രദ്ധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പും അതുപോലെ തന്നെ സ്റ്റോറേജിനെ കുറിച്ച് സംസാരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിറ്റർ 10 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഓരോ റിസീവറും 6 മണിക്കൂർ. അതുമാത്രമല്ല ഈ ചാർജിങ് കേസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു റിസീവറിനെ ഈ ചാർജിങ് കേസിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ റിസീവറിനെയും ട്രാൻസ്മിറ്ററിനെയും ഓട്ടോമാറ്റിക്കലി ഇത് ഈ ചാർജിങ് കേസ് ചാർജ് ചെയ്തോളും. 1000 mAh ആണ് ഈ ചാർജിങ് കേസിൻ്റെ കപ്പാസിറ്റി. സോ ടെക്നിക്കലി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാർജിങ് കേസിനെ ചാർജ് ചെയ്ത് വെച്ചാൽ മതി. മൈക്കിനെയോ അതിൻ്റെ റിസീവറിനെയോ എടുത്ത് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ചാർജിങ് കേസ് എപ്പോഴും ചാർജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി.
ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി. അത് ഔട്ട്ഡോർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും എടുത്തിട്ടുള്ളത്. എൻ്റെ ടീം കോട്ടയത്താണ്. അപ്പോൾ അവർ എങ്ങനെയൊക്കെയോ ചുമ്മാ കളിച്ചും ചിരിച്ചൊക്കെയാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. വൻ കോമഡിയാണ്. ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. കോട്ടയം എന്ന പേരിനർത്ഥം തന്നെ കോട്ടകളെ വലയം തീർത്ത് നാടുന്നാണ്. അതായത് 5 ജില്ലകൾ, 5ഓ 4ഓ എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും 5 5 ജില്ലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നാട്, അതാണ് കോട്ടയം. ഞാനിപ്പോൾ പുറത്താണുള്ളത്. എൻ്റെ കയ്യിൽ ബോയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ ബോയ ലിങ്ക് എന്ന ഈ കുഞ്ഞ മൈക്കുണ്ട്. ഇതിൻ്റെ ഔട്ട്ഡോർ കേപ്പബിലിറ്റിയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയാണ് നമ്മുടെ കോട്ടയം. കോട്ടയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചുറ്റും 4 ജില്ലകളാൽ കൂടാതെ നാണ്യവിളകളിൽ പ്രധാനിയായ റബ്ബറിൻ്റെ ഒരു കേന്ദ്രം. നിങ്ങൾ ഓഡിയോ കേട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. വൻ കോമഡി ആയിരുന്നെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ആ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാം. ഞാൻ പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു മൈക്കുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന പല ബ്രാൻഡുകളും എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഓഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമാണ്. ഇത് കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും. ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സമയത്ത് ഈ ഓഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ ഓഡിയോയിലുള്ളൊരു റിച്ച് ഫീൽ ഉണ്ടാവണം. ബോയ ലിങ്കിൻ്റെ അകത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ ക്വാളിറ്റി, അതായത് ടോണും നമ്മുടെ ടെക്സ്ചർ ഉണ്ടല്ലോ. ഓരോ ആൾക്കാരുടെയും സൗണ്ടിന് ഓരോ ടെക്സ്ചറുണ്ട്. ആ ടെക്സ്ചർ അതേപോലെ കൊണ്ടുവന്ന് തരാനായിട്ട് പറ്റിയിട്ടുണ്ട്, വിച്ച് ഈസ് വെരി നൈസ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ.